അപ്പൊ ഒരു ദിവസം ഒരിക്കലെങ്കിലും എന്ത് എന്ത് വേണം നമ്മള് ആ ഒരു പറ്റുമെങ്കിൽ താനായിരിക്കുന്ന ജീവാത്മാവിനെ പരമാത്മാവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചാല് എല്ലാ ദോഷങ്ങൾക്കും അതൊരു നിവൃത്തി ഉണ്ടാകും. നവഗ്രഹങ്ങള് ഇല്ലേ, പഞ്ചഭൂത ദോഷങ്ങള് എല്ലാം തന്നെ. അപ്പൊ ഞാനെന്ന് പറയുന്ന ബോധത്തെ പറ്റുമ്പോഴെല്ലാം എന്ത് വേണം? ഉള്ളിലിരിക്കുന്ന പരമാത്മ ചൈതന്യത്തിനായിട്ട് സമർപ്പിക്കണം. കാരണം ആ സമർപ്പണ ഭാവം കൊണ്ട് നമ്മുടെ അഹം എന്ന് പറയുന്ന ശരീരബോധം തന്നെ നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് നിവൃത്തി ഉണ്ടാവും. നമ്മൾ അതിൽ നിന്ന് വിട്ടുവരും. കാരണം എല്ലാത്തിന്റെയും ഉടമ, ആ ഉടമസ്ഥൻ ഉണ്ടാക്കിയത് ആരാണ്? ഈ അമ്മയാണ് അല്ലെ? അമ്മയ്ക്ക് മാത്രമേ കർത്തും അകർത്തും അന്യഥാകർത്തും അല്ലെ ആ അധികാരമുള്ളൂ. ഉണ്ടാക്കാനും ഉണ്ടാക്കിയതിനെ മാറ്റി ചെയ്യാനും ഉണ്ടാക്കാതിരിക്കാനും എല്ലാം അമ്മയ്ക്ക് കഴിവുണ്ട്. ഇപ്പൊ ഗർഭപാത്രത്തിൽ നിന്ന് ആ ഒരു ജലത്തിൽ കടന്ന് രണ്ട് കൈകളും കൊണ്ട് ജനയത്രിക്ക് നമസ്കാരം ചെയ്തുകൊണ്ടാണ് പുറത്തു വരുന്നത് ആ ജീവൻ, ആ കുഞ്ഞ് അല്ലെ. സദാ ശുദ്ധ, ആ ഒരു ശുദ്ധാശുദ്ധത്തിൽ നിന്ന് ശുദ്ധമാകുവാൻ ആ നമശിവായ മന്ത്രം ജപിക്കണമെന്ന് പണ്ട് പണ്ട് മുതലേ നമ്മൾ സനാതന ധർമ്മത്തിൽ കേൾക്കാറുണ്ട്. പഞ്ചഭൂത ശുദ്ധിയാണ് നമശിവായ മന്ത്രം, നമ ശിവായ. അപ്പം ഒന്നും എന്റേതല്ല, എല്ലാം ആരുടെയാണ്? ശിവന്റെയാണ്. ആ ശുദ്ധ ബോധത്തിന്റെയാണ്, മംഗളകരമായിരിക്കുന്ന വസ്തുവിന്റെയാണ്. നമശിവായ ജപിക്കുമ്പോൾ അതിന് എത്ര അർത്ഥങ്ങൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി നമുക്ക് അടുത്തത് എന്താണ്? അശുദ്ധം എന്ന് പറയുന്നത് 24 എണ്ണമാണ് അല്ലെ, അശുദ്ധ തത്വങ്ങൾ. അപ്പൊ ശരിക്കും പറഞ്ഞാല് എല്ലാ എന്താ പറയാ, എല്ലാ മെറ്റീരിയൽ വിദ്യ, അതായത് നമ്മൾ ഈ ഭൗതികമായി ഉള്ള എല്ലാ വിദ്യകളും അവിദ്യയാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? അവിദ്യ ദുഃഖ സംഭവ. അവിദ്യ എന്ന് പറയുന്നത് നമുക്ക് എന്നും ദുഃഖം തരുന്ന ഒരു കാര്യമാണ്. ഒരു ജീവൻ ശരിക്കും പറഞ്ഞാല് ദേവിയാണ് ഉണ്ടാക്കുന്നത്. ജീവൻ ശരിക്കും വന്നിരിക്കുന്ന ദേവിയിൽ നിന്നാണ്, ശിവനിൽ നിന്നാണ് അല്ലെ. പക്ഷെ എന്താ, ശരിക്കും ദേവി ഉണ്ടാക്കി അയക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരെയും. അത് ആ ഒരു പരമശക്തിയുടേതാണ്. അത് വളരെ ശക്തിയുള്ള, ദേവിയുടെ എത്ര ശക്തിയോ അത്രയും ശക്തി ജീവനും ഉണ്ട്. അപ്പൊ അതിന് എല്ലാ കഴിവുകളും ഉണ്ട്. പക്ഷെ അവിദ്യ കാരണം ഒന്നും വെളിവാകുന്നില്ലെന്ന് മാത്രം. ശരിക്കും പറഞ്ഞാല് ഡയമണ്ട് ഇൻ ദ മഡ് ഓഫ് ദ ബോഡി എന്ന് പറയാം. കാരണം ഒരു മണ്ണിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഡയമണ്ട്, ഒരു വജ്രം പോലെയാണ് അത്. മണ്ണില് കുഴിച്ചു ചെന്നെങ്കിലേ നമുക്ക് വജ്രത്തിന്റെ പ്രകാശം കാണാൻ പറ്റുള്ളൂ ഇല്ലേ. അപ്പോ എന്താണ് ഈ നമ്മുടെ ശരീരത്തിൽ